ആപ്കി അദാലത്തിൽ JKLFന്റെ ചെയർമാൻ യാസിൻ മാലിക്കിന്റെ മേലുള്ള കുറ്റാരോപണം അദ്ദേഹം പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് എന്നുള്ളതാണ്. യാസിൻ സാർ, ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ താങ്കൾ പറഞ്ഞിരിക്കുന്നത് ഗാന്ധിജിയുടെ മാർഗം തിരഞ്ഞെടുത്തു എന്നാണ്. ഞാൻ കത്തിയും കൊടുവാളും ഒക്കെ എടുത്തു കളഞ്ഞു, തോക്കൊക്കെ എടുത്തു കളഞ്ഞു. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ താങ്കളുടെ സൗഹൃദം ഹാഫിസ് സയ്യിദിനൊപ്പമാണ്. താങ്കൾ ജമായത്തെ ഇസ്ലാമി പറയുന്ന പോലെയാണ് ചെയ്യുന്നത്. ജമാത്തുൽ ദാവ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കും. ആദ്യത്തെ വിഷയം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ 94-ൽ സീസ് ഫയർ ചെയ്തു. 94 മുതൽ ഇപ്പോൾ ഇതുവരെ 20 വർഷം കഴിഞ്ഞു. ഞാൻ നിങ്ങളുടെ സ്റ്റേറ്റിനോട് ചാലഞ്ച് ചെയ്യാണ്. ഈ 20 വർഷം കൊണ്ട് അവർക്ക് ഒരു എവിഡൻസെങ്കിലും ഹാജരാക്കാൻ പറ്റും. ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിന്റെ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അല്ലാതെ വയലൻസായി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് ഒരു ചെറിയ മൂവ്മെന്റ് താങ്കൾക്ക് എവിഡൻസ് തരട്ടെ. 11 ഫെബ്രുവരി 2011 താങ്കൾ ഇസ്ലാമാബാദിലേക്ക് പോയി അഫ്സൽ ഗുരുവിന് മരണശിക്ഷ കൊടുക്കാതെ നടക്കാനുള്ള പോരാട്ടങ്ങൾ നടത്തി. അപ്പോൾ ഹഫീസ് സയ്യിദ് താങ്കളുടെ മടിയിൽ വന്ന് ഇരുന്നു. ഫോട്ടോസ് ഉണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോസും താങ്കളെ കാണിക്കാം. ഇതിനുള്ള ഉത്തരം ഞാൻ പറയാം. ദാ നോക്കൂ, യാസിൻ മാലിക് പിന്നെ ഹഫീസ് സയ്യിദ്. വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചു കാണുന്ന സഹോദരന്മാരെ പോലെ അല്ലേ ഉള്ളത്? അതായത് എപ്പോഴാന്ന് വെച്ചാൽ അടൽ ബിഹാരി വാജ്പേയി റംസാൻ സീസ് ഫയർ അറിയിച്ചപ്പോൾ ആ സമയത്ത് ഓൺ റെക്കോർഡ് അദ്ദേഹം പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒരുപക്ഷെ കാശ്മീരിന്റെ ലീഡർഷിപ്പ് പാകിസ്ഥാനിലേക്ക് ഞാൻ അതാണ് പറയാൻ വരുന്നത്. അത് ഞാൻ പറയാം. താങ്കൾ ഇരുന്നത് അയാളോടൊപ്പം അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നിരുന്നു. അയാൾ തീവ്രവാദിയാണോ അല്ലയോ? സാർ എന്നെ പറയാൻ അനുവദിക്കൂ. പറയൂ. ആ സമയത്ത് ഓൺ റെക്കോർഡിൽ വാജ്പേയി എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ ഒരുപക്ഷെ കാശ്മീരിന്റെ ലീഡർഷിപ്പ് പാകിസ്ഥാന് കിട്ടുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ലീഡേഴ്സുമായി മിലിറ്റന്റ് ലീഡേഴ്സുമായി ചർച്ചകൾ നടത്തണമെന്നാണ്. കാരണം ഒരു ജെന്യൂൺ പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞ് വാജ്പേയി ഗവൺമെന്റ് വീണു. മറ്റൊരു പ്രധാനമന്ത്രി അധികാരമേറ്റു, അതായത് മൻമോഹൻ സിംഗ്. 2006-ൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു, ഒരു ഒഫീഷ്യൽ മീറ്റ്. അന്ന് ഞാനൊരു പോയിന്റ് പറഞ്ഞിരുന്നു. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മുമ്പാകെ ഇതിൽ മിലിറ്റന്റ് ലീഡർഷിപ്പും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ അഭിപ്രായത്തിൽ അവരെയും ഈ ചർച്ചകളിൽ പങ്കെടുപ്പിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എങ്കിലേ ഈ ചർച്ചകൾ പൂർണ്ണമായും പീസ്ഫുള്ളായി അവസാനിക്കുകയുള്ളൂ. വസീർ ഹസൻ സാബ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കാര്യത്തിൽ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്. ഞാൻ അമേരിക്കയിലേക്ക് പോയി, പിന്നെ ജൽജലിയിലേക്ക് വന്നു, പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ കാശ്മീരിലേക്ക് വന്നു, അതായത് കാശിനു വേണ്ടി, എയ്ഡിനു വേണ്ടി. അതിനുശേഷം മുറീദ് ക്യാമ്പിലേക്കും ഞാൻ പോയി, അതായത് ഹാഫിസ് സാറിനെ കാണാൻ വേണ്ടി. അവിടെ അദ്ദേഹം ഒരു ഫംഗ്ഷൻ നടത്തിയിരുന്നു. അന്ന് ആ ഫംഗ്ഷനിൽ ജനങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഗൈഡറുണ്ടായിരുന്നു. അവിടെ ഞാൻ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഞാൻ എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ ഞാനവിടെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി. ഒരു ഇംഗ്ലീഷുകാരനുണ്ടായിരുന്നു അവിടെ, അദ്ദേഹത്തിന്റെ പേര് മാർട്ടിൻ ലിങ്സ്. അദ്ദേഹം മുസ്ലിമായി മാറി. അതിനുശേഷം അദ്ദേഹം 5 വർഷം അറബി പഠിച്ചു, പിന്നെ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ PhD എടുത്തു. അതുകൂടാതെ സീരത്തിനെ കുറിച്ചൊരു പുസ്തകവും എഴുതി. ഇന്നത് ഓതന്റിക് ബുക്കായി മാറിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മുസ്ലിമായാൽ എങ്ങനെയാവണം, അതുപോലെ അതിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യമുണ്ട്. എന്താന്ന് വെച്ചാൽ അത് മനോഹരമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ പറയാം. റോസ, നിമാസൂർ, സക, ഇതിലാണ് ഇസ്ലാമിന്റെ നിലനിൽപ്പ് തന്നെ. അഫ്സൽ എന്നാൽ എന്താണെന്ന് ഇതിൽ കൂടുതൽ ബെറ്ററായിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരാനാണ്? ഒരുപക്ഷെ ഇതുപോലെയുള്ള ഉപദേശങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും തരികയാണെങ്കിൽ, സമാധാനത്തിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ, യു പർച്ചേസ് പീസ് വിത്ത് യു. ഈ കാര്യം ഞങ്ങൾ ഉത്തരം താങ്കൾ പറയുന്നേ ഇല്ല. അതിനുത്തരം തരൂ. ഞാൻ സിമ്പിളായിട്ട് ചോദിക്കാം. ഏത് ഹാഫിസ് സയ്യിദ് പാവങ്ങളെ കൊന്നോ, ഒരു തെറ്റും ചെയ്യാത്തവരെ കൊന്നോ, അജ്മൽ കസബിനെ ആയുധങ്ങളോടൊപ്പം ഇവിടേക്ക് അയച്ചോ, അയാളോടൊപ്പം 9 പേരെ ഇവിടേക്ക് അയച്ചോ, അങ്ങനൊരു വ്യക്തിയോടൊപ്പം താങ്കൾ ഇരുന്ന് സംസാരിക്കുന്നു? ഞാൻ ഇതിലേക്കാണ് വരുന്നത്, ഈ ഫോട്ടോയിലേക്ക്. ഫോട്ടോയെ കുറിച്ച് പറയൂ.
അതായത് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ ഇന്ത്യയിൽ എത്ര മീഡിയ സെന്റേഴ്സ് ഉണ്ടോ, ഗവൺമെന്റ് ഉണ്ടോ, അവിടെ എല്ലാം ചെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു. അന്ന് എന്തുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നമാവാതിരുന്നത്? അന്ന് എല്ലാവരും സന്തോഷത്തിലായിരുന്നല്ലോ. ഞാൻ മരീദ് ക്യാമ്പിലേക്കും പോയിരുന്നു. എന്തുകൊണ്ടാണ് ആരും അന്നൊന്നും പറയാതിരുന്നത്? താങ്കൾ ഇതിനെക്കുറിച്ച് പറയൂ, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്റെ അടുത്ത് ആ ഡീറ്റെയിൽസും ഉണ്ട്. എനിക്കൊരു മകൾ ജനിച്ചു. ഞാൻ പാകിസ്ഥാനിലേക്ക് പോയി. ഇവിടെ അഫ്സൽ ഗുരു സാറിനെ തൂക്കിലേറ്റി. അന്ന് ഞാൻ പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലായിരുന്നു. 48 മണിക്കൂർ നിരാഹാരത്തിലായിരുന്നു. നിരാഹാരമെന്ന് വെച്ചാൽ എന്താണെന്നറിയോ നിങ്ങൾക്ക്? വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഹങ്കർ സ്ട്രൈക്ക്? ഹങ്കർ സ്ട്രൈക്കിന് ഒരേ ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് സമരം ചെയ്യുന്നു. യാതൊരുവിധ വയലൻസും ഇല്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. ഇതാണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ് ഹങ്കർ സ്ട്രൈക്കിന്റെ. ഈ ഹങ്കർ സ്ട്രൈക്ക് ഞാൻ നടത്തി, അതും പാകിസ്ഥാനിൽ വെച്ച് നടത്തി. അവിടെ സിവിൽ സൊസൈറ്റിയിലെ ജനങ്ങൾ വന്നിരുന്നു, മുഫ്തലിഖ് സിയാസി പാർട്ടിയിലെ ആൾക്കാർ വന്നിരുന്നു, അവിടെ ഹാഫിദ് സയ്യദ് സാറും വന്നിരുന്നു. പക്ഷേ നിങ്ങൾ ഇതിന് ഉത്തരം പറയണം. ഹങ്കർ സ്ട്രൈക്ക്, ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇതിന്റെ ലക്ഷ്യം എന്താണ്? അതായത് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങോട്ട് ആരെയും ക്ഷണിച്ചില്ല എന്നുള്ളതാണ് സത്യം. എത്ര പേര് വന്നോ അവരെല്ലാം സ്വയം വന്നതാണ്. പക്ഷേ ഈ ഹങ്കർ സ്ട്രൈക്ക് ക്യാമ്പിൽ, ഈ ഹങ്കർ സ്ട്രൈക്കിന്റെ മെസ്സേജ്, ഇതിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഇതിന് ഒരേ ഒരു മെസ്സേജേ ഉള്ളൂ. നിങ്ങൾ ഒരു പ്രശ്നത്തിന് വേണ്ടി ശരിയായ രീതിയിൽ സമരം ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഹങ്കർ സ്ട്രൈക്ക് ബോംബെയിൽ അറ്റാക്ക് നടന്നപ്പോ അത് ഇന്ത്യയിൽ ചെയ്യായിരുന്നില്ലേ? അപ്പൊ താങ്കളെ എല്ലാവരും അഭിമാനിക്കുമായിരുന്നു. നിങ്ങൾക്കെതിരെ ഇത്രയും ചോദ്യങ്ങളും ഇത്രയും ആരോപണങ്ങളും വന്നിട്ടുണ്ടാവില്ല. നോക്കൂ, ഇതിനു മുമ്പും ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു ചോദിച്ചേക്കാം, പാകിസ്ഥാനിൽ ജനങ്ങൾ മരിച്ചു വീണുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് നിരാഹാര സമരം നടത്തിയതെന്ന്. അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. ബോംബെയിൽ നടന്ന ആ സംഭവം ഞാനിത് മുൻപേ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. വെറും യാസിൻ മാലിക് മാത്രമല്ല, ബോംബെയിൽ എത്ര സംഘടനകളുണ്ടോ അവരെല്ലാവരും തന്നെ ബോംബെയിൽ നടന്ന സംഭവത്തെ എതിർത്തിരുന്നു. അതിനെ ബ്രൂട്ടൽ കില്ലിംഗ് എന്നും പറഞ്ഞിരുന്നു. യാസിൻ സാർ, അവരെന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ, അഫ്സൽ ഗുരുവിന് മരണശിക്ഷ കൊടുത്തപ്പോൾ താങ്കൾ അതിനെതിരായിട്ട് പ്രക്ഷോഭം നടത്തി. പക്ഷെ മുംബൈയിൽ ആക്രമണം നടത്തിയപ്പോൾ ഹഫീസ് സയ്യിദിനെതിരായിട്ട് താങ്കൾ ഒരു വാക്കുപോലും പറഞ്ഞില്ല, ഒരു പ്രക്ഷോഭവും നടത്തിയില്ല. നോക്കൂ, എനിക്കും നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് നിങ്ങളെല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. ഗാന്ധിജി ഇവിടെ സമരം നടത്തിയ സമയത്ത് ബർത്താനിയയിൽ നിന്ന് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ഒപ്പം നിന്നു. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ, 1 ലക്ഷം കാശ്മീരികളെ കൊന്നിട്ടുണ്ട്, അതും വളരെ ക്രൂരമായി. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, പ്രായമായവർ, കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങൾ. അതായത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാശ്മീരിലെ ഓരോ ഗ്രാമങ്ങളിലും, ഓരോ വീടുകളിലും, ഓരോ നഗരങ്ങളിലും മരിച്ചു വീണവരുടെ കല്ലറകൾ മാത്രമേ കാണാൻ കഴിയൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് അവർക്കെതിരെ സമരം ചെയ്യാതിരുന്നത്? അതിനുള്ള മറുപടി പറയൂ. കൊല്ലാൻ വേണ്ടി തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്നാണ് വരുന്നത്. അവരെ കൊല്ലാൻ വേണ്ടി തീവ്രവാദികൾ സുഡാനിൽ നിന്ന് വരുന്നു. ഞാനിത് മുൻപേ പറഞ്ഞതാണ്, എന്നാലും വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബോംബെയിൽ നടന്ന സംഭവത്തിൽ ഞാൻ മാത്രമല്ല, കാശ്മീരിലെ എല്ലാ സംഘടനകളും അതിനെ എതിർത്തിരുന്നു, ബ്രൂട്ടൽ കില്ലിംഗ് എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, ഇതിന് മാത്രം താങ്കൾ ഉത്തരം നൽകുക. ഏത് മനുഷ്യൻ ഇന്ത്യക്കെതിരായിട്ട് പോരാട്ടങ്ങൾ തുടങ്ങിയോ അവരുടെ ക്യാമ്പിൽ താങ്കൾ 4 മണിക്കൂർ പോയിരുന്നു. അയാൾ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് തീവ്രവാദിയാണ്. നോക്കൂ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ശരിക്കും ആ സമയത്ത് പ്രശ്നം വഷളായ ആ സമയത്ത് നോക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഇന്ത്യയിൽ, പാകിസ്ഥാനിൽ, പിന്നെ ലോകം മുഴുവൻ, അതായത് കാശ്മീരിലും ഒരു പോസിറ്റീവ് വൈബ്സ് ഉണ്ടായിരുന്നു. ഇത് ഒരു തീരുമാനത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ താങ്കളോടൊരു ഫൈനൽ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഹാഫിസ് സയ്യിദിനെ പോലുള്ള വ്യക്തികൾ ഇന്ത്യയുടെ ശത്രുക്കളാണ്, അവരിവിടെ തീവ്രവാദം സ്പ്രെഡ് ചെയ്യാണ്. അങ്ങനെയുള്ള തീവ്രവാദികളോടൊപ്പം താങ്കൾ എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്? അവർ മനുഷ്യകുലത്തിന് എതിരായിട്ടുള്ള വ്യക്തികളല്ലേ, ഇസ്ലാമിനെതിരായിട്ടുള്ള വ്യക്തികളല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നമ്മൾ കാശ്മീരിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇതുവരെ ഇക്കാര്യം പറഞ്ഞിട്ടില്ല. ഈ ലഷ്കർ ഇ തൊയ്ബ ഉണ്ടല്ലോ, അവര് കാശ്മീർ വിഷയത്തിൽ തലയിടണമെന്ന്. അതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്റെ ലക്ഷ്യം ഇതാണ്. ഞാൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സാറിനെ കണ്ടിരുന്നു. പിന്നെ ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ വൈറ്റ് ഹൗസിലും ഇക്കാര്യം അറിയിക്കുകയുണ്ടായി. അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞെന്തെന്ന് വെച്ചാൽ, കാശ്മീരി മിലിറ്റൻസ് ലീഡർഷിപ്പ് ഉണ്ട്. അതിന്റെ ലീഡർ സർബറാസ് അലാവുദ്ദീനാണ്.
ഞാൻ പറഞ്ഞത് ചർച്ചയിൽ ഒരു സമാധാന ശ്രമം ഉണ്ടാവണമെന്ന് പറഞ്ഞു. കാരണം ഒരു ജെന്യൂൺ പീസ്ഫുൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ആവാൻ വേണ്ടി ജെന്യൂൺ സ്റ്റോക്സ് വേണമെന്നാണ് ഞങ്ങളുടെ എയിം. പിന്നെ ഞാൻ ഹഫീസ് സയ്യിദിനെ കുറിച്ച് പറയുമ്പോൾ ഹഫീസ് സയ്യിദിനോട് ഞാൻ ഇക്കാര്യമാണ് പറഞ്ഞത്. അതായത് ഞാൻ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് ഇക്കാര്യമാണ് സംസാരിച്ചത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാമാണ്. ഒരുപക്ഷെ 2 രാജ്യങ്ങൾ തമ്മിൽ, അതായത് കാശ്മീർ പോലെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെന്ന്.